പഞ്ചായത്തിൽ ഇത് എത്ര വാർഡ്? 1-ാം വാർഡിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ എൻ ശ്രീകണ്ഠൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വളരെ ദരിദ്രമായി ജീവിക്കുന്ന കുറേയേറെ ആളുകളുടെ വീടുകളിൽ സന്ദർശിക്കുകയും അവർക്കൊരു ചെറിയ ആശ്വാസം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇത് കവിത മഞ്ജുനാഥ് അവരുടെ അർജുൻ, കവിത അർജുൻ അവരുടെ വീടാണത്. ഒരു വളരെ ശോചനീയമായ ഒരു സ്ഥിതിയിൽ ഇതങ്ങ് എടുത്ത് ആദ്യം കൊണ്ട് അകത്ത് വയ്ക്കുക, എന്നിട്ട് നമുക്കിത് വർത്താനം പറയാം. കട്ടി ഇതാണ് ഇവരുടെ സിറ്റ് ഔട്ട് കേട്ടോ. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. നല്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഇത് ഇവരുടെ പൂജാമുറി അല്ലേ? പൂജാമുറി. അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ദൈവങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക ഷാജി. എന്താ പൂജാമുറിയാണ്, അതിലിരിക്കുന്ന ദൈവങ്ങളെല്ലാം ഒന്ന് കാണിച്ചു. ഇതാണ് പൂജാമുറി. ഇനി ഇതാണ് ഇവരുടെ എന്താ പറയുക സെൻട്രൽ ഹാൾ അല്ലേ ഈ വി? സെൻട്രൽ ഹാളാണ്. ഇത് ഇവരുടെ ബെഡ്റൂം. ഒരു ഇങ്ങോട്ടും ഉണ്ട്. ഇത് എല്ലാം ഒന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം പൊതുപ്രവർത്തകരാന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം വന്ന് കാണണ്ടേ അല്ലേ? ഇതാണ് കിച്ചൺ. ഇതൊരു റൂമാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു റൂമായിട്ടാണുള്ളത്. എടുക്ക്. ഇതൊരു ബെഡ്റൂം. ഇത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലെ കവിത വീടാണിത്. വളരെ ദയനീയം. മുകൾ വശം കാണിച്ച ഷാജി. ഇതാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്നല്ല, കുറേ നാളുകളായിട്ടുള്ള പ്ലാസ്റ്റിക് അതെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ? കുറേ ഷീറ്റുകളെല്ലാം കൂടി വലിച്ചു കെട്ടിയിട്ട് ഉള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസം. ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു വീട്. ഷാജി ഇങ്ങോട്ട് തിരിച്ച ഈ കവിതേൻ്റെ എത്ര കുട്ടികളുണ്ട് കവിത? കവിതയും കവിതയുടെ ഭർത്താവും 3 മക്കളുമാണ് ഈ വീട്ടിൽ കഴിയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെയും മറ്റ് അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പറയുന്നത് അടിയന്തരമായി ഇവർക്കൊരു വീട് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളത്. ഇത് പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് അല്ലേ? പഞ്ചായത്തിന് 3 സെൻറ്റ്, പഞ്ചായത്തിന് 4 സെൻറ്റ് സ്ഥലത്താണ് ഇവരൊരു ചെറിയ ഇത് വെച്ച് കെട്ടി കിടക്കുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങളിവിടെ കുറേ വർഷങ്ങളായില്ലേ? 10-14 വർഷമായിട്ട് ഇവർ ഈ രീതിയിലാണ്. 14 വർഷമായി ഇവർ ഈ 14 വർഷം നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായില്ലേ അല്ലേ? അതിന് മുമ്പേ ഇവരുടെ താമസമില്ലേ? അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ എന്തായാലും 10-20 വർഷത്തിനടുത്തായി ഇവിടെ കവിതേനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ 10-14 വർഷമായി കവിത ഇവിടെ വന്നിട്ട്. അതുകൂടാതെ ഇവർ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തിനടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ സ്ഥിതി. ബന്ധപ്പെട്ട അധികാരികൾ ഇത് അടിയന്തരമായി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വല്ല സന്നദ്ധ സംഘടനകളും ഉണ്ടെങ്കിൽ ഇവർക്കൊരു കൊച്ചു വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എത്രയല്ല പഠിക്കുന്നത്? 8-ലും 4-ലും 3-ലും പഠിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും അർദ്ധ പട്ടിണിയിലാണ് ഈ കുടുംബം കഴിയുന്നത് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയുണ്ടാവണം. പൊതുജനങ്ങളുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, ഭരണാധികാരികളുടെ ശ്രദ്ധയുണ്ടാകണം എന്നാഗ്രഹിക്കുന്നു.